നമസ്തേ. കർക്കടക പുണ്യമാസം 10-ാം ദിവസം അധ്യാത്മരാമായണ പാരായണം അരണ്യകാണ്ഡമാണ് ഇന്ന് ആരംഭിക്കുന്നത്. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകി കോകിലം. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷുരവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. പാരായണം ചെയ്യുന്ന ഭാഗങ്ങൾ: മഹാരണ്യപ്രവേശം, വിരാധവധം, ശരഭംഗമന്ദിരപ്രവേശം, മുനിമണ്ഡല സമാഗമം, സുതീക്ഷ്ണാശ്രമ പ്രവേശം, അഗസ്ത്യ സന്ദർശനം. ആരണ്യകാണ്ഡം. ബാലികേ ശുഗകുലമൗലിമാലികേ ഗുണശാലിനി ചാരുശീലേ ചൊല്ലിടുമടിയാതെ. നീലനീരദനിഭൻ നിർമ്മലൻ നിരഞ്ജനൻ നീലനീരജ ദളലോചനൻ നാരായണൻ നീലലോഹിതസേവ്യൻ നിഷ്കളൻ നിത്യൻ പരൻ കാലദേശാനുരൂപൻ കാരുണ്യനിലയനൻ പാലനപരായണൻ പരമാത്മാബുധന്റെ ലീലകൾ കേട്ടാൽ മതിയാകയില്ലൊരിക്കലും. ശ്രീരാമ ചരിത്രങ്ങളതിലും വിശേഷിച്ചു സാരമായോരു മുക്തിസാധനം രസായനം. ഭാരതീ ഗുണം തവ പരമാമൃതമല്ലോ പാരാതെ പറകെന്നു കേട്ടു പൈങ്കിളി ചൊന്നാൾ. ബാലലോചനൻ പരമേശ്വരൻ പശുപതി ബാലശീതാംശുമൗലീ ഭഗവാൻ പരാപരൻ പ്രാലേയാചലമകളോടരുൾ ചെയ്തിടിനാൻ. ബാലികേ കേട്ടുകൊള്ളുക പാർവതീ ഭക്തപ്രിയേ രാമനം പരമാത്മാവാനന്ദസ്വരൂപൻ ആത്മാരാമൻ അദ്വയനേകൻ അവ്യയൻ അഭിരാമൻ അത്രിതാപസപ്രവരാശ്രമേ മുനിയുമായെത്രയും സുഖിച്ചു വാണിടിനാനൊരു ദിനം. മഹാരണ്യപ്രവേശം. പ്രത്യുക്ഷശുദ്ധായ തന്നിത്യകർമ്മവും ചെയ്ത് നത്വാതാപസം മഹാപ്രസ്ഥാനമാരംഭിച്ചാൻ. പുണ്ടരീകോത്ഭവേഷ്ടപുത്ര ഞങ്ങൾക്ക് മുനിമണ്ഡലമണ്ഡിതമം ദണ്ഡകാരണ്യത്തിനു ദണ്ഡമെന്നിയേ പോവാനായി അനുഗ്രഹിക്കേണം. പണ്ഡിതശ്രേഷ്ഠ കരുണാനിധേ തപോനിധേ ഞങ്ങളെ പെരുവഴി കൂട്ടേണ. അതിനിപ്പോളിങ്ങു നിന്നയക്കേണം ശിഷ്യരിൽ ചിലരെയും. ഇങ്ങനെ രാമവാക്യമത്രിമാമുനി കേട്ടു തിങ്ങീടും കൗതൂഹലം പൂണ്ടുടനരുൾ ചെയ്തു. നേരുള്ള മാർഗം ഭവാനേവർക്കും കാട്ടിയിടും. ഇത് ആരുള്ളതഹോ തവ നേർവഴി കാട്ടിയിടുവാൻ. എങ്കിലും
ജഗതനുകാരിയാം നിനക്കൊരു സങ്കടം വേണ്ട, വഴികാട്ടിയിടും ശിഷ്യരെല്ലാം. ചൊല്ലുവിൻ നിങ്ങൾ മുമ്പിൽ നടക്കെന്നവരോടു ചൊല്ലി, മാമുനിതാനുമൊട്ടു പിന്നാലെ ചെന്നാൻ. നേരം തിരിഞ്ഞു നിന്നരുളി ചെയ്തു മുനി തന്നോട്, രാമചന്ദ്രൻ വന്ദിച്ചു ഭക്തിപൂർവം. നിന്തിരുവടി കനിഞ്ഞെഴുന്നള്ളീരണമന്തികേ, ശിഷ്യജനമുണ്ടല്ലോ വഴിക്കുമേ. കേട്ടാശീർവാദം ചെയ്തുടൻ മന്ദം മന്ദം ചെന്നു തൻ പർണശാല പൂക്കിരുന്നരുളിനാൻ. പിന്നെയും ക്രോശമാത്രം നടന്നാരവരപ്പോൾ, മുന്നിലമാറു മഹാവാഹിനി കാണായി വന്നു. അന്നേരം ശിഷ്യർകളോടരുളി ചെയ്തു, രാമൻ ഇന്നതി കടപ്പിനെന്തുപായങ്ങളുള്ളൂ എന്നു കേട്ടവർകളും ചൊല്ലിനാരെന്തു ദണ്ഡം മന്നവാ, നല്ല തോണിയുണ്ടെന്നു ധരിച്ചാലും വേഗേന ഞങ്ങൾ കടത്തിയിടുന്നതുണ്ടു താനും. ആകുലം വേണ്ട, ഞങ്ങൾക്കുണ്ടല്ലോ പരിചയം. എങ്കിലോ തോണി കരേറിടാമെന്നവർ ചൊന്നാർ. ശങ്ക കൂടാതെ ശീഘ്രം തോണിയും കടത്തിനാർ. ഈ രാമൻ പ്രസാദിച്ചു താപസകുമാരകന്മാരോട്, നിങ്ങൾ കടന്നങ്ങു പോക എന്നു ചൊന്നാൻ. ചെന്നുടനത്രിപാദം വന്ദിച്ചു കുമാരന്മാർ, ഒന്നൊഴിയാതെ രാമവൃത്താന്തമറിയിച്ചാർ. ശ്രീരാമ സീതാ സുമിത്രാത്മജന്മാരുമഥ ഘോരമായുള്ള മഹാകാനനമകം പൂക്കാർ. ലിജ്ജങ്കാരനാദമണ്ഡിതം സിംഹവ്യാഘ്ര ശല്യാദിമൃഗഗണാകീർണമാതപഹീനം, ഘോരരാക്ഷസകുലസേവിതം ഭയാനകം, ക്രൂരസർപ്പാദിപൂർണം കണ്ടു രാഘവൻ ചൊന്നാൻ. ലക്ഷ്മണ, നന്നായി നാലുപുറവും നോക്കിക്കൊള്ളുക, ഭക്ഷണാർത്ഥികളല്ലോ രക്ഷസാം പരിഷകൾ. വില്ലിനി നന്നായി കുഴിയെ കുലക്കയും വേണം, നല്ലൊരു ശരമൂരിപ്പിടിച്ചു കൊള്ളുക കയ്യിൽ. മുന്നിൽ നീ നടക്കണം വഴിയെ വൈദേഹിയും, പിന്നാലെ ഞാനും നടന്നേടുവൻ ഗതഭയം. ജീവാത്മാ പരമാത്മാക്കൾക്കു മധ്യസ്ഥയാകും ദേവിയാം മഹാമായാശക്തിയെന്നതുപോലെ, ആവയോർ മധ്യേ നടന്നിടുക വേണം. സീതാദേവിയുമെന്നാലൊരു ഭീതിയുമുണ്ടായി വരാ. ഇത്തരമരുൾ ചെയ്തു തൽപ്രകാരേണ പുരുഷോത്തമൻ ധനുർധരനായി നടന്നോരു ശേഷം, പിന്നിട്ടാനുടനൊരു യോജന വഴിയപ്പോൾ, മുന്നിലമാറങ്ങൊരു പുഷ്കരിണിയും കണ്ടാർ. കൽഹാരോൽപ്പല കുമുദാംബുജരക്തോൽപ്പല പുല്ലപുഷ്പേന്ദീവരശോഭിതമച്ഛജലം, തോയപാനവും ചെയ്തു വിശ്രാന്തന്മാരായി വൃക്ഷഛായ ഭൂതലേ പുനരിരുന്നു യഥാസുഖം. വിരാധവധം. അന്നേരമാശു കാണായി വന്നിത്
വരുന്നതത്യുന്നതമായ മഹാസത്വമത്യുഗ്രാരവം ഉദ്ധുതവൃക്ഷം കരാളോജ്വലദം ശ്രാന്വിതവസ്ത്രഗഹ്വരം ഘോരാകാരമാരുണ്യനേത്രം പാമാംസസ്ഥലന്യസ്തശൂലാഗ്രത്തിങ്കലുണ്ട് ഭീമശാർദൂലസിംഹമഹിഷവരാഹാദി വാരണം മൃഗവനഗോചരജന്തുക്കളും പുരുഷന്മാരും കരഞ്ഞേറ്റവും തുള്ളിത്തുള്ളി പച്ചമാംസങ്ങളെല്ലാം ഭക്ഷിച്ചും കൊണ്ട് ഉച്ചത്തിലലറിന വന്നീടിനാനതു നേരം ഉത്ഥാനം ചെയ്തു ചാപബാണങ്ങൾ കൈക്കൊണ്ടഥ ലക്ഷ്മണൻ തന്നോടരുൾ ചെയ്തിതു രാമചന്ദ്രൻ. കണ്ടോ നീ, ഭയങ്കരനായോരു നിശാചരനുണ്ട് നമ്മുടെ നേരെ വരുന്നു ലഘുതരം. സന്നാഹത്തോടു ബാണം തൊടുത്തു നോക്കിക്കൊണ്ട് നിന്നുകൊള്ളുക ചിത്തമുറച്ചു കുമാരാ നീ. വല്ലഭേ ബാലേ സീതേ പേടിയായി കേതുമെടോ, വല്ല ജാതിയും പരിപാലിച്ചു കൊൾവനല്ലോ എന്നരുൾ ചെയ്തു നിന്നാനേതുമൊന്നിളകാതെ വന്നുടനടുത്തിത് രാക്ഷസപ്രവരനും. നിഷ്ഠൂരതരം അവനൊട്ടാശ പൊട്ടും വണ്ണമട്ടഹാസം ചെയ്തിടിവെട്ടിയിടും നാദം പോലെ ദൃഷ്ടിയിൽ നിന്നു കനൽക്കട്ടകൾ വീഴും വണ്ണം പുഷ്ടകോപേന ലോകം ഞെട്ടുമാറുര ചെയ്താൻ. കഷ്ടമാഹന്ത കഷ്ടം നിങ്ങളാരിരുവരും ദുഷ്ടജന്തുക്കളേറ്റമുള്ള വൻകാട്ടിലിപ്പോൾ നിൽക്കുന്നിതസ്തഭയം. ചാപതൂണീരവാണവൽക്കല ജടകളും ധരിച്ചു മുനിവേഷം കൈക്കൊണ്ടു മനോഹരിയായൊരു നാരിയോടും ഉൾക്കരുത്തേറും അതിബാലന്മാരല്ലോ നിങ്ങൾ. കിഞ്ചന ഭയം വിനാ ഘോരമാം കൊടുങ്കാട്ടിൽ സഞ്ചരിച്ചിടുന്നതുമെന്തൊരു മൂലം ചൊൽവിൻ. രക്ഷോവാണികൾ കേട്ടു തൽക്ഷണമരുൾ ചെയ്താനിശ്വാകുകുലനാഥൻ മന്ദഹാസാനന്തരം. രാമനെന്നെനിക്ക് പേരിനുടെ പത്നീവൾ വാമലോചന സീതാദേവി എന്നല്ലോ നാമം. ലക്ഷ്മണനെന്ന് നാമമിവനും മത്സോദരൻ പൂക്കിതു വനാന്തരം ജനകനിയോഗത്താൽ. രക്ഷോജാതികളാകുമിങ്ങനെയുള്ളവരെ ശിക്ഷിച്ചു ജഗത്രയം രക്ഷിപ്പാനറിക നീ. ശ്രുത്വാ രാമവാക്യം അട്ടഹാസവും ചെയ്തു വസ്ത്രവും പിളർന്നൊരു സാലവും പറിച്ചോങ്ങി ക്രുധനാം നിശാചരൻ രാഘവനോട് ചൊന്നാൻ. ശക്തനാം വിരാധനെന്നെ നീ കേട്ടിട്ടില്ലേ? ഇത്രിലോകത്തിലെന്നെയാരറിയാതെയുള്ളത് എത്രയും മൂഢൻ ഭവാനെന്നിഹ ധരിച്ചേൻ ഞാൻ. മൽഭയം നിമിത്തമായി താപസരെല്ലാം ഇപ്പോൾ ഇപ്രദേശത്തെ വെടിഞ്ഞൊക്കവേ ദൂരെ പോയാർ. നിങ്ങൾക്ക് ജീവിക്കയിലാശയുണ്ടുള്ളിലെങ്കിൽ അങ്കനാരത്നത്തെയും ആയുധങ്ങളും വെടിഞ്ഞെങ്ങാനും ഓടിപ്പോവിൻ. അല്ലായെനിക്കിപ്പോൾ തിങ്ങീടും വിശപ്പടക്കിയിടുവൻ ഭവാന്മാരാൽ. ഇത്തരം പറഞ്ഞവൻ
മൈഥിലി തന്നെ നോക്കി സത്വരമടുത്തതു കണ്ടു രാഘവനപ്പോൾ പത്രികൾ കൊണ്ടു തന്നെ ഹസ്തങ്ങളറുത്തപ്പോൾ ക്രുദ്ധിച്ചു രാമം പ്രതി വസ്ത്രവും പിളർന്ന് അതിസത്വരം നക്തഞ്ചരനടുത്താനതു നേരം അസ്ത്രങ്ങൾ കൊണ്ടു ഖണ്ഡിച്ചീടിനാൻ പാദങ്ങളും ബദ്ധരോഷത്തോടവൻ പിന്നെയുമടുത്തപ്പോൾ ഉത്തമാംഗവും മുറിച്ചിടിനാനെയ്തു രാമൻ രക്തവും പരന്നിതു ഭൂമിയിലതു കണ്ട് ചിത്തകൗതുകത്തോട് പുണർന്നു വൈദേഹിയും നൃത്തവും തുടങ്ങിനാൻ അപ്സര സ്ത്രീകളെല്ലാം അത്യുച്ഛം പ്രയോഗിച്ചു ദേവദുന്ധുവികളും അന്നേരം വിരാധൻ തന്നുള്ളിൽ നിന്നുണ്ടായൊരു ധന്യരൂപനെ കാണായി വന്നിതാകാശമാർഗേ സ്വർണഭൂഷണം പൂണ്ട് സൂര്യസന്നിഭകാന്ത്യാ സുന്ദര ശരീരനായി നിർമ്മലാംബരത്തോടും രാഘവം പ്രണതാർത്തിഹാരിണം ഹൃണാകരം രാഗേന്ദുമുഖം ഭവഭഞ്ജനം വയഹരം ഇന്ദിരാരമണമിന്ദീവരദളശ്യാമമിന്ദ്രാദിവൃന്ദാരകവൃന്ദവന്ദിതപദം സുന്ദരം സുകുമാരം സുഹൃതിജനമനോമന്ദിരം രാമചന്ദ്രം ജഗതാമഭിരാമം വന്ദിച്ചു ദണ്ഡ നമസ്കാരവും ചെയ്തു ചിത്താനന്ദം പൂണ്ടവൻ പിന്നെ സ്തുതിച്ചു തുടങ്ങിനാൻ ശ്രീരാമ രാമ രാമ ഞാനൊരു വിദ്യാധരൻ കാരുണ്യമൂർത്തേ കമലാപദേ ധരാപദേ ദുർവാസാവായ മുനിതന്നുടെ ശാപത്തിനാൽ ഗർവിതനായോരു രാത്രിഞ്ചരനായേനല്ലോ നിന്തിരുവടിയുടെ മാഹാത്മ്യം കൊണ്ടു ശാപബന്ധവും തീർന്നു മോക്ഷം പ്രാപിച്ചേ നിന്നു നാഥ സന്തതമിച്ചരണാംബുജയുഗം തവ ചിന്തിക്കായി വരേണമേ മാനസത്തിനു ഭക്ത്യാ വാണികൾ കൊണ്ടു നാമകീർത്തനം ചെയ്യാകേണം പാണികൾ കൊണ്ടു ചരണാർച്ചനം ചെയ്യാകേണം ശ്രോത്രങ്ങൾ കൊണ്ടു കഥാശ്രവണം ചെയ്യാകേണം നേത്രങ്ങൾ കൊണ്ടു രാമലിംഗങ്ങൾ കാണാകേണം ഉത്തമാംഗേന നമസ്കരിക്കായി വന്നിടേണം ഉത്തമഭക്തന്മാർക്ക് വൃത്യനായി വരേണം ഞാൻ നമസ്തേ ഭഗവതേ ജ്ഞാനമൂർത്തയേ നമോ നമസ്തേ രാമായ നമോ നമഃ നമസ്തേ രാമായ സീതാഭിരാമായ നിത്യം നമസ്തേ രാമായ ലോകാഭിരാമായ നമഃ ദേവലോകത്തിനു പോവാനനുഗ്രഹിക്കേണം ദേവദേവേശ പുനരൊന്നപേക്ഷിക്കുന്നേൻ നിൻ മഹാമായാദേവി എന്നെ മോഹിപ്പിച്ചിടായി കമ്പുജവിലോചന സന്തതം നമസ്കാരം ഇങ്ങനെ വിജ്ഞാപിതനാകിയ രഘുനാഥൻ അങ്ങനെ തന്നെയെന്നു കൊടുത്തു വരങ്ങളും മുക്തനെന്നിയേ കണ്ടുകിട്ടുകയില്ല എന്നെ ഭക്തിയുണ്ടായാലുടൻ മുക്തിയും ലഭിച്ചിടും രാമനോടനുജ്ഞയും കൈക്കൊണ്ടു വിദ്യാധരൻ
കാമലാഭേന പോയി നാഗലോകവും പൂക്കാൻ. ഇക്കഥ ചൊല്ലി സ്തുതിച്ചീടിന പുരുഷന് ദുഷ്കൃതമകന്നു മോക്ഷത്തെയും പ്രാപിച്ചിടാം. ശരഭംഗ മന്ദിരപ്രവേശം. രാമലക്ഷ്മണന്മാരും ജാനകിതാനും പിന്നെ ശ്രീമയമായ ശരഭംഗമന്ദിരം പൂക്കാർ. സാക്ഷാലീശ്വരനെ മാംസേക്ഷണങ്ങളെ കൊണ്ട് ഈക്ഷതാപസ്യവരൻ പൂജിച്ചു ഭക്തിയോടെ. കന്ദപക്വാദികളാലാതിഥ്യം ചെയ്തു ചിത്താനന്ദമുൾക്കൊണ്ടു ശരഭംഗനുമരുൾ ചെയ്തു. ഞാനനേകം നാളുണ്ടു പാർത്തിരിക്കുന്നിതത്ര ജാനകിയോടും നിന്നെ കാൺമതിന്നാശയാലേ. ആർജവബുദ്ധ്യാചിരം തപസാ ബഹുതരം ആർജിച്ചേനല്ലോ പുണ്യമിന്നു ഞാനവയെല്ലാം. മർത്യനായി പിറന്നോരു നിനക്ക് തന്നീടിനേനദ്യ ഞാൻ മോക്ഷത്തിനായുദ്യോഗം പൂണ്ടേനല്ലോ. നിന്നെയും കണ്ട് മമ പുണ്യവും നിങ്കലാക്കി എന്നിയേ ദേഹത്യാഗം ചെയ്യരുതെന്നു തന്നെ ചിന്തിച്ചു ബഹുകാലം പാർത്തു ഞാനിരുന്നിത്. ബന്ധവും മറ്റു കൈവല്യത്തെയും പ്രാപിക്കുന്നേൻ. യോഗീന്ദ്രനായ ശരഭംഗനാം തപോധനൻ യോഗേശനായ രാമൻ തൻ പദം വണങ്ങിനാൻ. ചിന്തിച്ചിടുന്നേനന്തസന്തതം ചരാചര ജന്തുക്കളന്തർഭാഗേ വസന്തം ജഗന്നാഥം. ശ്രീരാമം ദുർവാദളശ്യാമളകം അംഭോജാക്ഷം ചീരവാസസം ജടാമകുടം ധനുർധരം. സൗമിത്രിസേവ്യം ജനകാത്മജാസമന്വിതം സൗമുഖ്യമനോഹരം കരുണാരത്നാകരം. കുണ്ഠഭാവവും നീക്കി സീതയാ രഘുനാഥം കണ്ടു കണ്ടിരിക്കവേ ദേഹവും ദഹിപ്പിച്ചു ലോകേശപദം പ്രാപിച്ചിടിനാൻ തപോധനൻ. ആകാശമാർഗേ വിമാനങ്ങളും നിറഞ്ഞുതേ. നാഗേശാദികൾ പുഷ്പവൃഷ്ടിയും ചെയ്തിടിനാർ. പാകശാസനൻ പദാംഭോജവും വണങ്ങിനാൻ. മൈഥില്യാ സൗമിത്രിനാഥാപസഗതി കണ്ടു കൗസല്യാതനയനും കൗതുകമുണ്ടായി വന്നു. തത്രൈവ കിഞ്ചിൽ കാലം കഴിഞ്ഞോരനന്തരം വൃത്രാരിമുഖ്യന്മാരുമൊക്കെ പോയി സ്വർഗം പൂക്കാർ. മുനിമണ്ഡല സമാഗമം. ദണ്ഡകാരണ്യതലവാസികളായ മുനിമണ്ഡലം ദാശരഥി വന്നതു കേട്ടു ചണ്ഡദീധീതി കുലജാതനാം ജഗന്നാഥൻ പുണ്ടരീകാക്ഷൻ തന്നെ കാൺമാനായി വന്നിടിനാർ. രാമലക്ഷ്മണന്മാരും ജാനകി ദേവിതാനും മാമുനിമാരെ വീണു നമസ്കാരവും ചെയ്താർ. താപസന്മാരും ആശീർവാദം ചെയ്തവർകളോട് ആഭോഗാനന്ദ വിവശന്മാരായരുൾ ചെയ്താർ. നിന്നുടെ തത്വം ഞങ്ങളിങ്ങറിഞ്ഞിരിക്കുന്നു. പന്നഗോത്തമാപ്തൽപേ പള്ളി കൊള്ളുന്ന ഭവാൻ.
ധാതാവർത്തിക്കമൂലം ഭൂഭാരം കളവാനായി ജാതനായിതു ഭുവി മാർത്താണ്ഡകുലത്തിങ്കൽ. ലക്ഷ്മണനാകുന്നതു ശേഷനും സീതാദേവി ലക്ഷ്മിയാകുന്നതല്ലോ. ഭരതശത്രുഘ്നന്മാർ ശംഖചക്രങ്ങൾ അഭിഷേക വിഘ്നാദികളും സങ്കടം ഞങ്ങൾക്ക് തീർത്തിടുവാനെന്നു നൂനം. നാനാതാപസകുലസേവിതാശ്രമസ്ഥലം കാനനം കാൺമാനാശു നീ കൂടെ പോന്നീടേണം. ജാനകിയോടും സുമിത്രാത്മജനോടും കൂടി മനസേ കാരുണ്യമുണ്ടായി വരുമല്ലോ കണ്ടാൽ എന്നരുൾ ചെയ്ത മുനിശ്രേഷ്ഠന്മാരോടുകൂടി ചെന്നവരോരോ മുനിപർണശാലകൾ കണ്ടാർ. അന്നേരം തലയോടുമെല്ലുകളെല്ലാം ഓരോ കുന്നുകൾ പോലെ കണ്ടു രാഘവൻ ചോദ്യം ചെയ്താൻ. മർത്യമസ്തകങ്ങളും അസ്ഥിക്കൂട്ടവുമെല്ലാം അത്രൈവ മൂലമെന്തോന്ന് ഇത്രയുണ്ടാവാനഹോ. തദ്വാക്യം കേട്ടു ചൊന്നാൻ താപസജനം. രാമഭദ്രാ നീ കേൾക്ക, മുനിസത്തമന്മാരെ കൊന്നു നിർദ്ദയം രക്ഷോഗണം ഭക്ഷിക്ക നിമിത്തമായി ദേശം അസ്ഥിവ്യാപ്തമായി ചമഞ്ഞിതു നാഥ. ശ്രുത്വാ വൃത്താന്തമിത്തം കാരുണ്യപരവശചിത്തനായൊരു പുരുഷോത്തമനരുൾ ചെയ്തു. നിഷ്ഠൂരതരമായ ദുഷ്ടരാക്ഷസകുലമൊട്ടൊഴിയാതെ കൊന്നു നഷ്ടമാക്കിയിടുവൻ ഞാൻ. ഇഷ്ടാനുരൂപം തപോനിഷ്ഠയാ വസിക്ക സന്തുഷ്ട്യാ താപസകുലമിഷ്ടിയും ചെയ്തു നിത്യം. സത്യവിക്രമനിധി സത്യവും ചെയ്തു തത്ര നിത്യസമ്പൂജ്യമാനനായി വനവാസികളാൽ. തത്ര തത്രൈവ മുനിസത്തമാശ്രമങ്ങളിൽ പൃഥ്വീനന്ദിനിയോടും അനുജനോടും കൂടി സൽസംസർഗാനന്ദേന വസിച്ചു കഴിഞ്ഞിതു. വത്സരം ത്രയോദശമക്കാലം കാണായി വന്നു. സുധീഷ്ണാശ്രമ പ്രവേശം. വിഖ്യാതമായ സുധീഷ്ണാശ്രമം മനോഹരം, മുഖ്യതാപസകുലശിഷ്യസഞ്ജയപൂർണം, സർവർത്തൂ ഗുണഗണസമ്പന്നമനുപമം, സർവകാലാനന്ദദാനോദയമത്യദ്ഭുതം. സർവപാദഫലതാഗുൽമലസംകുലസ്ഥലം, സർവസൽപക്ഷീ മൃഗഭുജംഗനിഷേവിതം. രാഘവൻ അവരജൻ തന്നോടും സീതയോടും ആഗതനായിതെന്നു കേട്ടോരു മുനിശ്രേഷ്ഠൻ. കുംഭസംഭവനാകും അഗസ്ത്യ ശിഷ്യോത്തമൻ സംപ്രീതൻ, രാമമന്ത്രോപാസനരതൻ മുനി സംഭ്രമത്തോടു ചെന്നു കൂട്ടിക്കൊണ്ടിങ്ങു പോന്നു. സംപൂജിച്ചരുളിനാൻ അർഘ്യപാദ്യാദികളാൽ ഭക്തി പൂണ്ടശ്രുജലനേത്രനായി സഗദ്ഗദം. ഭക്തവത്സലനായ രാഘവനോട് ചൊന്നാൻ, നിന്തിരുവടിയുടെ നാമമന്ത്രത്തെ തന്നെ സന്തതം ജപിപ്പൂ ഞാൻ മൽഗുരുനിയോഗത്താൽ. ബ്രഹ്മശങ്കരമുഖവന്ദ്യമാം പാദമല്ലോ നിൻ മഹാമായാർണവും കടപ്പാനൊരു ബോധം. ആദ്യന്തമില്ലാതൊരു
പരമാത്മാവല്ലോ നീ. വേദ്യമല്ലൊരു നാളുമാരാലും ഭവത്തത്വം. ത്വദ്ഭക്തഭൃത്യഭൃത്യനായിരിക്കേണം ഞാൻ. ത്വൽപാദാംബുജം നിത്യമുൾക്കാമ്പിലുദിക്കണം. പുത്രഭാര്യാർത്ഥനിലാന്ധകൂപത്തിൽ വീണ് ബദ്ധനായി മുഴുകിടുമെന്നെ നിന്തിരുവടി. ഭക്തവാത്സല്യ കരുണാകടാക്ഷങ്ങൾ തന്നാൽ ഉദ്ധരിച്ചിടണമേ സത്വരം ദയാനിധേ. മൂത്രമാം സാമേധ്യാന്ത്രപുൽകലപിണ്ഡമാകും ഗാത്രമോർത്തോളമതികസ്മലം. അതിങ്കലുള്ളാസ്തയാം മഹാമോഹപാശബന്ധവും ഛേദിച്ച് ആർത്തിനാശനാ ഭവാൻ വാഴുകെന്നുള്ളിൽ നിത്യം. സർവഭൂതങ്ങളുടെ ഉള്ളിൽ വാണിയിടുന്നതും സർവദാ ഭവാൻ തന്നെ കേവലമെന്നാകിലും. ത്വന്മന്ത്രജപരതന്മാരായ ജനങ്ങളെ ത്വന്മഹാമായാദേവി ബന്ധിച്ചിടുകയില്ല. ത്വന്മന്ത്രജപ വിമുഖന്മാരാം ജനങ്ങളെ ത്വന്മഹാമായാദേവി ബന്ധിപ്പിച്ചിടുന്നതും. ഏവാനുരൂപ ഫലദാന തൽപരൻ ഭവാൻ. ദേവപാദപങ്ങളെപ്പോലെ വിശ്വേശ്വരാ പോറ്റി. വിശ്വസംഹാര സൃഷ്ടിസ്ഥിതികൾ ചെയ്യുവാനായി വിശ്വമോഹിനിയായ മായതൻ ഗുണങ്ങളാൽ രുദ്രപങ്കജഭവ വിഷ്ണുരൂപങ്ങളായി ചിദ്രൂപനായ ഭവാൻ വാഴുന്നു മോഹാത്മനാം. നാനാരൂപങ്ങളായി തോന്നുന്നു ലോകത്തിങ്കൽ. ഭാനുമാൻ ജലം പ്രതി വെവ്വേറെ കാണും പോലെ ഇങ്ങനെയുള്ള ഭഗവൽ സ്വരൂപത്തെ നിത്യമെങ്ങനെ അറിഞ്ഞുപാസിപ്പു ഞാൻ ദയാനിധേ. അദ്വൈവ ഭവച്ചരണാംബുജയുഗം മമ പ്രത്യക്ഷമായി വന്നിതു മൽതപോബലവശാൽ. ത്വന്മന്ത്രജപ വിശുദ്ധാത്മനാം പ്രസാദിക്കും നിർമ്മലനായ ഭവാൻ. ചിന്മയനെന്നാകിലും സന്മയനായി പരബ്രഹ്മമായ രൂപമായി കർമ്മണാമഗോചരമായൊരു ഭവദ്രൂപം. ത്വന്മായാവിഡംബനരചിതം മാനുഷ്യകം മന്മഥ കോടി കോടി സുഭഗം കമനീയം. കാരുണ്യപൂർണനേത്രം കാർമുകബാണധരം സ്മേരസുന്ദരമുഖമജിനാംബരധരം. സീതാസംയുതം സുമിത്രാത്മജ നിഷേവിതപാദപങ്കജം. നീലനീരദകളേബരം കോമളമതിശാന്തമനന്തഗുണമഭിരാമമാത്മാരാമമാനന്ദസമ്പൂർണാമൃതം. പ്രത്യക്ഷമദ്യേ മമ നേത്രഗോചരമായോരിത്തിരുമേനി നിത്യം ചിത്തേ വാഴുക വേണം. മുറ്റിടും ഭക്ത്യാ നാമമുച്ചരിച്ചിടണം. മറ്റൊരു വരം അപേക്ഷിക്കുന്നേനില്ല പോറ്റി. വന്ദിച്ചു കൂപ്പി സ്തുതിച്ചിടിന മുനിയോട് മന്ദഹാസവും പൂണ്ട് രാഘവൻ അരുൾ ചെയ്തു. നിത്യവും ഉപാസനാശുദ്ധമായിരിപ്പോരു ചിത്തം ഞാനറിഞ്ഞത്രേ കാൺമാനായി വന്നു മുനേ.
സന്തതമെന്നെ തന്നെ ശരണം പ്രാപിച്ചു മന്ത്രോപാസകന്മാരായി നിരപേക്ഷന്മാരുമായി സന്തുഷ്ടന്മാരായുള്ള ഭക്തന്മാർക്കെന്നെ നിത്യം ചിന്തിക്കവണ്ണം തന്നെ കാണായി വന്നിടുമല്ലോ. ത്വൽകൃതമേതൽ സ്തോത്രം മൽപ്രിയം പഠിച്ചിടും സൽകൃതി പ്രവരനാം മർത്യനു വിശേഷിച്ചും സദ്ഭക്തി ഭവിച്ചിടും ബ്രഹ്മജ്ഞാനവുമുണ്ടാം അല്പവും അതിനില്ല സംശയം നിരൂപിച്ചാൽ തപസോത്തമാ ഭവാനെന്നെ സേവിക്കമൂലം പ്രാപിക്കുമല്ലോ മമ സായുജ്യം ദേഹനാശേ. ണ്ടൊരാഗ്രഹം തവാചാര്യനാമഗസ്ത്യനെ കണ്ടു വന്ദിച്ചു കൊള്ളുവാനെന്തതിനാവതിപ്പോൾ തത്രൈവ കിഞ്ചിൽ കാലം വസ്തുവുണ്ടത്യാഗ്രഹമെത്രയുമുണ്ടടുത്തും അഗസ്ത്യാശ്രമം മുനേ. ഇത്തം രാമോക്തി കേട്ടു ചൊല്ലിനാൻ സുതീഷ്ണനും അസ്തുതേ ഭദ്രം അതു തോന്നിയതിന്നു ഞാൻ കാട്ടുവേനല്ലോ വഴി കൂടെ പോന്നടുത്ത നാൾ പാട്ടമെന്നിയേ വസിക്കേണമെന്നിവിടെ നാം ഒട്ടുനാളുണ്ടു ഞാനും കണ്ടിട്ടൻ ഗുരുവിനെ പുഷ്ടമോദത്തോടൊക്കെ തക്കപ്പോയി കാണാമല്ലോ. ഇത്തമാനന്ദം പൂണ്ട് രാത്രിയും കഴിഞ്ഞപ്പോൾ ഉത്ഥാനം ചെയ്തു സന്ധ്യാവന്ദനം കൃത്വാ ശീഘ്രം പ്രീതനാം മുനിയോടും ജാനകീദേവിയോടും സോദരനോടും മന്ദം നടന്നു മധ്യാഹ്നേ പോയി ചെന്നിതു രാമനഗസ്ത്യാനുജാശ്രമേ ജവം. വന്നു സൽക്കാരം ചെയ്താനഗസ്ത്യസഹജനും വന്യഭോജനവും ചെയ്തന്നവരെല്ലാവരും അന്യോന്യസല്ലാപവും ചെയ്തിരുന്നോരു ശേഷം. അഗസ്ത്യ സന്ദർശനം. ഭാനുമാനുദിച്ചപ്പോൾ അർഘ്യവും നൽകി മഹാകാനനമാർഗേ നടകൊണ്ടിതു മന്ദം മന്ദം. സർവ്വതൃപലകുസുമാട്യപാദപലതാ സംവൃതം നാനാമൃഗസഞ്ചയനിഷേവിതം നാനാപക്ഷികൾ നാദം കൊണ്ടതിമനോഹരം കാനനം ജാതിവൈരരഹിത ജന്തുപൂർണം. നന്ദനസമാനമാനന്ദദാനാഢ്യം മുനിനന്ദനവേദധ്വനിമണ്ഡിതമനുപമം. ബ്രഹ്മർഷിപ്രവരന്മാരമരമുനികളും സമ്മോദം പൂണ്ടുവാഴും മന്ദിരനികരങ്ങൾ സംഖ്യയില്ലാതോളമുണ്ടോരോരോ തരം നല്ല സംഖ്യാവസ്തുക്കളുമുണ്ടറ്റമില്ലാതവണ്ണം. ബ്രഹ്മലോകവും ഇതിനോടു നേരല്ലെന്നത്രേ ബ്രഹ്മജ്ഞന്മാരായുള്ളോർ ചൊല്ലുന്നു. കാണും തോറും ആശ്ചര്യമോരോന്നിവ കണ്ടു കണ്ടവരും ചെന്നാശ്രമത്തിനു പുറത്തടുത്തു ശുഭദേശേ വിശ്രമിച്ചനന്തമരുളി ചെയ്തു രാമൻ. വിശ്രുതനായ സുതീഷ്ണൻ തന്നോടിനിപ്പോൾ വേഗേന ചെന്നു ഭവാൻ അഗസ്ത്യമുനീന്ദ്രനോട് ആഗതനായോരെന്നെയങ്ങുണർത്തിച്ചിടണം. 。
ജാനകിയോടും പ്രാതാവായ ലക്ഷ്മണനോടും കാനനതാരേ വസിച്ചിടുന്നിതൂപാശ്രമം. ശ്രുത്വാ രാമോക്തം സുധീഷ്ണൻ മഹാപ്രസാദമിത്യുക്താ സത്വരം ഗത്വാചാര്യമന്ദിരം മുദാ നത്വാതം ഗുരുവരമഗസ്ത്യം മുനികുലസത്തമം രഘൂത്തമഭക്തസഞ്ജയവൃതം. രാമമന്ത്രാർത്ഥവ്യാഖ്യാതൽപരം ശിഷ്യന്മാർക്കായി കാമദമഗസ്ത്യം. ആത്മാരാമം മുനീശ്വരം. ആരൂഢവിനയം കൊണ്ടാനദം വസ്ത്രത്തോടുമാരാൽ വീണുടൻ ദണ്ഡ നമസ്കാരവും ചെയ്താൻ. രാമനം ദാശരഥി സോദരനോടും നിജഭാമിനിയോടുമുണ്ടിങ്ങാഗതനായിട്ടിപ്പോൾ നിൽക്കുന്നു പുറത്തുഭാഗത്തു. കാരുണ്യാബ്ധേ നിൻ തൃക്കഴലിണ കണ്ടു വന്ദിപ്പാൻ ഭക്തിയോടെ. മുമ്പേ തന്നകക്കാമ്പിൽ കണ്ടറിഞ്ഞിരിക്കുന്നു കുംഭസംഭവൻ പുനരെങ്കിലും അരുൾ ചെയ്താൻ. ഭദ്രം തേ രഘുനാഥമാനയ ക്ഷിപ്രം രാമഭദ്രം മേ ഹൃദി സ്ഥിതം ഭക്തവത്സലം ദേവം. പാർത്തിരുന്നീടുന്നു ഞാൻ എത്ര നാളുണ്ടു കാൺമാൻ. പ്രാർത്ഥിച്ചു സദാകാലം ധ്യാനിച്ചു നാമരൂപം. രാമ രാമേതി രാമമന്ത്രവും ജപിച്ചതികോമളം കാളമേഘശ്യാമളം നളിനാക്ഷം. ഇത്യുക്ത്യാ സരഭസമുത്ഥായ മുനിപ്രവരോത്തമൻ മധ്യേ ചിത്തമത്യന്തഭക്ത്യാ മുനിസത്തമനോടും നിജശിഷ്യ സഞ്ജയത്തോടും ഗത്വാ ശ്രീരാമചന്ദ്രവസ്ത്രം പാർത്തരുൾ ചെയ്താൻ. ഭദ്രം തേ നിരന്തരമസ്തു സന്തതം രാമഭദ്രം മേ ദിഷ്ട്വാ ചിരമദ്വൈവ സമാഗമം. യോഗ്യനായിരിപ്പോരിഷ്ടാതിഥീബലാൽ മമ ഭാഗ്യപൂർണത്വേന സംപ്രാപ്തനായിതു ഭവാൻ. അദ്യവാസരം മമ സഫലമത്രയല്ല മത്തപസ്സാഫല്യവും വന്നിതു ജഗൽപദേ. കുംഭസംഭവൻ തന്നെ കണ്ടു രാഘവൻ താനും തമ്പിയും വൈദേഹിയും സംഭ്രമസമന്വിതം കുമ്പിട്ടു ഭക്ത്യാ ദണ്ഡ നമസ്കാരവും ചെയ്തപ്പോൾ കുംഭജന്മാവും എടുത്തെഴുന്നേൽപ്പിച്ചു ശീഘ്രം കാഢാശ്ലേഷവും ചെയ്തു പരമാനന്ദത്തോടും ഗൂഢപാദീശാംശജനായ ലക്ഷ്മണനെയും. കാത്രസ്പർശന പരമാഹ്ലാദജാതം സ്രവന്നേത്രാഗീലാകുലനായ താപസവരൻ ഏകേന കരേണ സംഗൃഹ്യ രോമാഞ്ചാന്വിതം രാഘവനുടെ കരപങ്കജമതിദ്രുതം. സ്വാശ്രമം ജഗാമ ഹൃഷ്ടാത്മനാ മുനിശ്രേഷ്ഠാനാശ്രിതജനപ്രിയനായ വിശ്വേശം രാമം. പാദ്യാർഘ്യാസനമധുപർക്കമുഖ്യങ്ങളും ആപാദ്യ സംഭൂജ്യ സുഖമായുപവിഷ്ടം നാഥം.
വന്യഭോജ്യങ്ങൾ കൊണ്ടു സാദരം ഭുജിപ്പിച്ചു ധന്യനാം തപോധനനെ കാന്തേ ചൊല്ലിടിനാൻ.